എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിനെതിരെ KCBCയും സിറോ മലബാർ സഭയും ഇടതുപക്ഷ ഭരണത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളമില്ലെന്ന് പറയുന്നത് അപമാനകരവും സർക്കാരിന്റെ കഴിവുകേടുമാണെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി അറയ്ക്കൽ 24-നോട് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് സാലറി ഇല്ലാതെ നിൽക്കുന്ന അധ്യാപകർ അവരുടെ വിഷമം പറയുക മാത്രമേ ചെയ്യുന്നത്. അല്ലാതെ സഭയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രേരിതോ ഒന്നുമല്ല. ഇടതുപക്ഷ ഭരണം നടക്കുമ്പോൾ തൊഴിലാളികൾക്ക് വേതനയില്ല എന്ന് പറയുന്ന രീതിയിലോട്ട് വരുന്നത് അത് അവർക്ക് തീർച്ചയായിട്ടും അപമാനകരമാണ്. ഒരു സംശയവും വേണ്ട. ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കഴിവുകേടാണ്. വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് സിറോ മലബാർ സഭ പ്രതികരിച്ചു. ആൻമരിയ ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, എന്തൊക്കെയാണ് ഇപ്പോൾ KCBC വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയം വന്ന സമയത്ത് തന്നെ സഭ അവരുടേതായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഈ വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന പ്രസ്താവന അത് വസ്തുതാപരമല്ല, ഈ വസ്തുതാപരമല്ലാത്ത പ്രസ്താവനകൾ നടത്തരുത് എന്നുള്ള കാര്യം സിറോ മലബാർ സഭ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KCBCയും ഈ വിഷയവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. KCBC പറയുന്നത് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്ന വസ്തുതാപരമല്ലാത്ത ഇത്തരം പ്രസ്താവനകൾ അത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് KCBC വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊരു ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലമാണ്. ആ ഒരു സമയത്ത് തന്നെ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവർ കണ്ണിലായിരുന്നു എന്ന് പറയുന്നത് അത് അപമാനകരമാണ് എന്നും ഗവൺമെന്റിന്റെ വീഴ്ചയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ മുൻപോട്ടേക്ക് വെക്കുന്നത്. ഈ സിറോ മലബാർ സഭയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം മുതൽ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയാണ് കടുത്ത ഭാഷയിൽ ഇരുസഭ KCBCയും അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭയും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നിലവിൽ എന്തായാലും സർക്കാർ സഭാപോര് അത് മുറുകുക തന്നെയാണ്. ഉന്മേഷ്, ശരി. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.